ലൈവ് at 6 ആരംഭിക്കുകയാണ് തലക്കെട്ടുകൾ. कुल मिला के कितनी सीटें? क्या केरला तमिलनाडु में खाता खुलेगा? हम बहुत अच्छा चुनाव लड़े हैं जी, खाता तो निश्चित रूप से खुलेगा, परंतु सीटों का अनुमान लगाना वहाँ इसलिए दिक्कत है कि बड़ी कांटे की टक्कर होगी. पर दोनों प्रदेशों में, मतलब तमिलनाडु में भी खुलेगा, केरला में भी खुलेगा. കേരളത്തിൽ ബിജെപി സീറ്റ് നേടുമെന്ന് അമിത്ഷാ. തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ സീറ്റ് ബിജെപിക്കായിരിക്കുമെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ അമിത്ഷാ. അമേഠിയിലും റായ്ബറേലിയിലും തീരുമാനമെടുക്കാത്തതിൽ ഗാന്ധി കുടുംബത്തിന് പരിഹാസം. आत्मविश्वास नहीं है. अगर नहीं लड़ना था तो इतने समय तक सीट क्यों पेंडिंग रखी? किसी कार्यकर्ता को दे देते तो कम से कम वो जनसंपर्क तो कर सकता था. ये कंफ्यूजन जो है कहीं न कहीं लैक ऑफ सेल्फ कॉन्फिडेंस को दिखाता है. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ. വ്യവസായശാലകളിൽ ഭാഗിക നിയന്ത്രണം വരും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിയന്ത്രണമില്ല. ചൂട് പ്രതിരോധിക്കാൻ സർക്കാർ നടപടികൾ. തിങ്കളാഴ്ച വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. KSRTC ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടമായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് VD സതീശൻ. യാത്രക്കാരെ സച്ചിൻ ദേവ് MLA ഇറക്കിവിട്ടിട്ടില്ലെന്ന് AA റഹീം. ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുക്കാനെന്ന് വിശദീകരണം. ബസ്സിൽ പരിശോധന നടത്തി ഫോറൻസിക് സംഘം. KSRTCയിൽ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന 14 ജീവനക്കാർക്ക് സ്ഥലം മാറ്റം. ലൈസൻസ് ടെസ്റ്റുകൾ നടത്താനാകാത്ത വിധം ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരം. നിശ്ചയിച്ച ടെസ്റ്റുകൾ വേണ്ടെന്ന് വെച്ചു. മലപ്പുറത്ത് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്തേക്കുള്ള വഴി കെട്ടിയടച്ചു. ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് ചിത്രീകരിച്ച യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമം. മാലിന്യ വണ്ടി ഇടിപ്പിച്ചു വീഴ്ത്തി. 2 യുവാക്കൾക്കും ദേഹമാസകലം മുറിവ്. ലൈംഗികാരോപണ കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ്. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും നോട്ടീസ്. നയതന്ത്ര ഇടപെടൽ തേടി പ്രധാനമന്ത്രിക്ക് സിദ്ധരാമയ്യയുടെ കത്ത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂസ് 18നോട്. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP നേടും. 400 സീറ്റ് നേടി ഭരണത്തുടർച്ച ഉറപ്പെന്നും അമിത്ഷാ ആവർത്തിച്ചു. UPയിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ അധികമായി നേടും. പശ്ചിമബംഗാളിൽ ചുരുങ്ങിയത് 30 സീറ്റ് നേടുമെന്നും നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ പറഞ്ഞു. 12:30 बजे के पहले NDA 400 पार कर जाएगी. मोदी जी फिर से प्रधानमंत्री होंगे. जो लोअर टर्नआउट है इसके बहुत सारे कारण हैं. 12 साल के बाद मतदाता सूची का शुद्धिकरण हुआ है. एक दूसरा कारण है कि सामने से कोई लड़ाई ही नहीं है, जिसके कारण टर्नआउट पर एक प्रकार से इफेक्ट होता है. मगर हमारी पार्टी की टीम ने, मैंने स्वयं बहुत डिटेल एनालिसिस किया है. हम 2 चरण में 100 पार कर 100 से भी कई अधिक सीटें जीत के साथ आगे बढ़ रहे हैं तीसरे चरण में. तो मुझे 400 पार के लक्ष्य में कोई दिक्कत नहीं दिखाई पड़ती. തട്ടകമായ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ ഗാന്ധി കുടുംബത്തിന് ആത്മവിശ്വാസമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുൽ ഗാന്ധി നുണ പറയുകയാണെന്നും തരം താണ പ്രചരണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമിത്ഷായുടെ വിശദീകരണം. राहुल गांधी और प्रियंका गांधी जी का कभी हाँ कभी ना, कभी लड़ रहे हैं कभी नहीं लड़ रहे हैं. अभी कुछ सुनने में आ रहा है कि शायद अब नहीं लड़ रहे हैं. इसको कैसे देखते हैं आप? देखिए, ये लोग आत्मविश्वास गवा बैठे. अपनी पुश्तैनी सीट से भी लड़ने का आत्मविश्वास नहीं है. अगर नहीं लड़ना था तो इतने समय तक सीट क्यों पेंडिंग रखी? किसी कार्यकर्ता को दे देते तो कम से कम वो जनसंपर्क तो कर सकता था. ये कंफ्यूजन जो है कहीं न कहीं लैक ऑफ सेल्फ कॉन्फिडेंस को दिखाता है. CAA പ്രകാരം അപേക്ഷിച്ചവർക്കുള്ള പൗരത്വം ഈ മാസം തന്നെ നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂസ് 18നോട് പറഞ്ഞു. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതായും അമിത്ഷാ വ്യക്തമാക്കി.
मैं इस इंटरव्यू में देश की जनता को आपके माध्यम से बताना चाहता हूं, राहुल जी, भारतीय जनता पार्टी का एक भी सांसद संसद में जब तक है 370 फिर से नहीं आ सकता, सीए समाप्त नहीं हो सकता। अब ये इतिहास का हिस्सा बन चुका है 370 और सीए वास्तविकता बन चुका है। सिर्फ आपने इसको जल्दीबाजी में इंप्लीमेंट कर दिया कि इससे कुछ नागरिकता भी लोगों को मिलेगी, और ये कब तक पॉसिबल होगा, इसका क्या टाइम फ्रेम है? देखिए, एप्लीकेशन आना शुरू हो गया है, रूल्स के हिसाब से इसकी स्क्रूटिनी हो रही है। मुझे लगता है चुनाव के पहले ही, मतलब अंतिम मतदान के पहले ही नागरिकता देने की शुरुआत हो जाएगी। പിന്നോക്ക സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം ആവർത്തിച്ച് ആഭ്യന്തരമന്ത്രി. കർണാടകത്തിൽ ഒറ്റ രാത്രി കൊണ്ട് മുസ്ലിങ്ങളെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഐക്യ ആന്ധ്രയിലും ഇക്കാര്യം കോൺഗ്രസ് നടപ്പാക്കിയിരുന്നതായും അമിത്ഷാ കുറ്റപ്പെടുത്തി. एक और बात जो है, जो चर्चा में है इस वक्त, वो ये है कि मैनिफेस्टो को कांग्रेस के देखते हुए आप लोग कह रहे हैं कि ये ओबीसी रिजर्वेशन को काटकर मुसलमानों को दे देंगी। इसका मैनिफेस्टो नहीं, ये कर चुके हैं जी। कर्नाटक में उनकी सरकार थी, रातों रात कर्नाटक के सारे मुसलमान को बैकवर्ड बना दिया। ना बैकवर्डनेस का सर्वे हुआ, ना कोई कमीशन बना, धर्म के आधार पर सारे लोगों को बैकवर्ड घोषित कर दिया और उनको रिजर्वेशन भी दिया। अब ये रिजर्वेशन जो कटा वो ओबीसी का ही कटा है। इसी तरह से आंध्र प्रदेश में, संयुक्त आंध्र में जब उनकी सरकार थी, मुसलमानों को रिजर्वेशन दे दिया। तो ये किसका कटता है? एसटी एससी ओबीसी का ही कटता है। जब ये बात मैंने कही कि हम ये धर्म के आधार पर रिजर्वेशन को समाप्त कर देंगे, तो मेरे वीडियो को तोड़ मरोड़ कर जनता के सामने पेश किया। जी, आज आपने प्रेस कॉन्फ्रेंस भी की। राहुल गांधी के राजनीति के अंदर कांग्रेस की कमान संभालने के बाद राजनीति का स्तर सतत सातत्यपूर्ण तरीके से राहुल गांधी गिरा रहे हैं। संसद में आप बहस नहीं कर सकते हो, शोर शराबा करना, बहिष्कार कर देना, बोलने नहीं देना, डिबेट में हिस्सा नहीं लेना और बाहर निकलकर प्रेस करना कि हमारे साथ अन्याय हो रहा है। क्या समझते देश की जनता को? देश की जनता ये सब नहीं जानती है। देश की जनता ये सब चीजें बहुत अच्छे तरीके से जानती है। लोकतंत्र में हेल्दी डिबेट होनी चाहिए। जब ये कैंपेन की शुरुआत हुई थी पिछले कुछ महीनों से, सरकार इकोनॉमी की बात कर रही थी, डेवलपमेंट की बात कर रही थी, जो चीजें अभी आपने बताई इसकी बात करके जनता के बीच जा रही थी। पहले चरण के बाद ये देखा गया कि थोड़ा ये तुष्टीकरण की ओर मुड़ा, थोड़ा हिंदू मुसलमान हुआ। आप लोगों ने कांग्रेस के मैनिफेस्टो को अटैक किया और प्रधानमंत्री ने राजस्थान में एक रैली में कहा कि जो है कांग्रेस का मैनिफेस्टो में अर्बन नक्सल की महक है, इसमें माओइस्ट वो ख्याल दिखाई देता है। तो ये कहां से आया? മറ്റു ചില വാർത്തകളിലേക്ക്. ഇടതുമുന്നണിക്ക് 12 സീറ്റിൽ ജയസാധ്യതയെന്ന് CPI എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. CPIക്ക് 2 സീറ്റുകളിൽ ജയം ഉറപ്പാണ്. തൃശൂരും മാവേലിക്കരയും ജയിക്കും. തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചേക്കാം എന്നും പ്രതീക്ഷയുണ്ട്. VV അരുൺ ചേരുന്നു. അരുൺ, 4 സീറ്റുകളിലാണ് CPI മത്സരിച്ചത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും നേരിയ വിജയപ്രതീക്ഷയുണ്ട് എന്ന് പറയുന്നു. മറ്റെന്തൊക്കെയാണ് CPI എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ? തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ, ജില്ലാ കമ്മിറ്റി നൽകിയ കണക്കിൽ നേരിയ ഭൂരിപക്ഷം വിജയിക്കും എന്ന് തന്നെയാണ് ഉള്ളത്. പക്ഷേ എക്സിക്യൂട്ടീവ് അത് ആ രീതിയിൽ എടുക്കുന്നില്ല. വിജയ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കൃത്യമായി ഇടതുമുന്നണിയുടെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ചിതരൂരിന്റെ വോട്ടുകൾ കുറയുകയും ചെയ്താൽ ഇടതുമുന്നണിക്ക് ഇവിടെ നേരിയ ജയപ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് എക്സിക്യൂട്ടീവും കാണുന്നത്. പക്ഷേ ജില്ലാ എക്സിക്യൂട്ടീവ് റിപ്പോർട്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് ആ രൂപത്തിൽ അംഗീകരിക്കുന്നില്ല. മറ്റു 2 മണ്ഡലങ്ങളിൽ മാവേലിക്കരയും തൃശൂരും വിജയം ഉറപ്പെന്ന് CPI കണക്ക് കൂട്ടുന്നു. 50,000-ലേറെ ഭൂരിപക്ഷം 2 മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്നാണ് ജില്ലാ ഘടകങ്ങൾ നൽകിയ റിപ്പോർട്ട്. അത് പരിശോധിച്ച് എക്സിക്യൂട്ടീവും അതേ റിപ്പോർട്ട് അംഗീകരിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനാകും, ഇത്തവണ കുറയ്ക്കാനാകുമെന്നും CPI പ്രതീക്ഷിക്കുന്നു. കണക്കുകൾ പരിശോധിച്ചാണ് അത്തരം പ്രതീക്ഷ CPI പങ്കുവയ്ക്കുന്നത്. മറ്റ് സീറ്റുകൾ ഇടതുമുന്നണി 12 സീറ്റുകളിലെങ്കിലും വിജയിക്കുമെന്ന വിലയിരുത്തലാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും ഉയർന്നത്. നേരത്തെ CPM-ഉം അത്തരത്തിൽ കണക്ക് കൂട്ടിയിരുന്നു. CPM-ന്റെ കണക്കിലും 12 സീറ്റുകൾ വരെ വിജയസാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് മുകളിലേക്ക് പോകാം. 4 സീറ്റുകളിൽ ഉറച്ച വിജയപ്രതീക്ഷ CPM-ഉം അന്ന് കണക്ക് കൂട്ടിയിരുന്നു. അത് 12 സീറ്റുകൾ വരെയോ അതിന് മുകളിലേക്കോ പോകാമെന്ന പ്രതീക്ഷയാണ് CPM-നും ഉള്ളത്.
ഇപ്പോൾ CPIM സമാനമായ വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. जब ये कैंपेन की शुरुआत हुई थी पिछले कुछ महीनों से सरकार इकोनॉमी की बात कर रही थी, डेवलपमेंट की बात कर रही थी, जो चीजें अभी आपने बताई इसकी बात करके जनता के बीच जा रही थी। पहले चरण के बाद ये देखा गया कि थोड़ा ये तुष्टीकरण की ओर मुड़ा, थोड़ा हिंदू मुसलमान हुआ। आप लोगों ने कांग्रेस के मैनिफेस्टो को अटैक किया और प्रधानमंत्री ने राजस्थान में एक रैली में कहा कि जो है कांग्रेस का मैनिफेस्टो में अर्बन नक्सल की महक है, इसमें माओइस्ट वो ख्याल दिखाई देता है। तो ये कहां से आया? आप लोग अमित जी यूनिफॉर्म सिविल कोड की बात कर रहे हैं, कांग्रेस जो है पर्सनल लॉस की बात कर रहा है, इसको आप कैसे देखते हैं? ये वोट कहीं ना कहीं आप लोग अपना अपना वोट साध रहे हैं। സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് സർക്കാർ. ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ KSEBയോട് സർക്കാർ നിർദ്ദേശിച്ചു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വ്യവസായശാലകളിൽ ഭാഗിക നിയന്ത്രണം വരും. വൻകിട വ്യവസായശാലകളിൽ രാത്രി സമയങ്ങളിൽ ചെറിയ തോതിൽ വൈദ്യുതി നിയന്ത്രണമുണ്ടാകും. മാളുകൾക്കും സ്വയം നിയന്ത്രിക്കാൻ നിർദ്ദേശം. അതേസമയം ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിയന്ത്രണമില്ല. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ലോഡ് ഷെഡിംഗ് എന്ന നിർദ്ദേശം KSEB മുന്നോട്ട് വച്ചിരുന്നു. പീക്ക് ടൈമിലൊക്കെ വലിയ ലോഡാണ് ഉപയോഗിക്കപ്പെടുന്നത്. സർക്കാർ ഇത് പൂർണ്ണമായും തള്ളുകയാണ്. മറ്റെന്ത് ബദൽ മാർഗങ്ങളാണ് നിർദ്ദേശിക്കാനുള്ളത്? അരുണിലേക്ക് വരാം അല്പസമയത്തിനകം തന്നെ. ഏതായാലും ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന ആശ്വാസകരമായ വാർത്തയുണ്ട്. കൊടും ചൂട് കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ അന്വേഷണം ഊർജിതമാക്കി തമ്പാനൂർ പോലീസ്. ബസ്സിനുള്ളിൽ ശാസ്ത്രീയ പരിശോധന നടത്തി. ഫോറൻസിക് സംഘവും KSRTC തമ്പാനൂർ യാർഡിൽ പരിശോധന നടത്തി. KSRTCയുടെ പരാതിയിലാണ് അന്വേഷണം. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദു കൃഷ്ണനും തമ്മിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജിതമായ അന്വേഷണമാണ് KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. പരിശോധനകളുടെ ഭാഗമായി ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും തമ്പാനൂരിലെ KSRTC യാർഡിലെത്തി ബസ്സിനുള്ളിൽ വിദഗ്ധമായ പരിശോധനകൾ നടത്തി. ഇതിന്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക് സംവിധാനങ്ങളടക്കം വിശദമായി ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധിച്ചു. അവിടെ നിന്ന് ലഭ്യമായ വിവരങ്ങൾ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കും. അതോടൊപ്പം DVR വീണ്ടും പരിശോധിക്കാനാണ് ഈ ശാസ്ത്രീയ പരിശോധനാ സംഘത്തിന്റെ തീരുമാനം. പോലീസിന്റെ അന്വേഷണം മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയാണ്. അതായത് ഈ യാർഡിൽ ബസ് എത്തിയതിനു ശേഷം അവിടെ നിന്ന് അത് പുറത്തേക്ക് പിന്നെ പോയിട്ടില്ല എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ ബസ് നിർത്തിയിട്ട ബസ്സിനുള്ളിൽ കയറി DVRൽ നിന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചിരിക്കാനുള്ള സാധ്യത തന്നെയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. ആ വഴിയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതും. അങ്ങനെയാണെങ്കിൽ തമ്പാനൂർ യാർഡിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കൂടി തെളിവുകളുടെ ഭാഗമായി പോലീസ് ശേഖരിക്കും. അങ്ങനെ നടത്തുന്ന പരിശോധനയിൽ മെമ്മറി കാർഡ് മോഷ്ടിച്ചയാളെ കണ്ടെത്താനാകുമെന്ന നിഗമനത്തിലാണ് തമ്പാനൂർ പോലീസ് ഉള്ളത്. എന്തായാലും ഈ ബസ്സിനുള്ളിൽ വെച്ച് എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ മെമ്മറി കാർഡ് ലഭിച്ചാൽ മാത്രമേ വസ്തുത എന്താണ് എന്ന് കൃത്യമായി ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നൊരു പ്രതീക്ഷയിലും വിലയിരുത്തലുമാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മെമ്മറി കാർഡ് കണ്ടെത്തി അതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുത്തതിന് ശേഷം മാത്രം മേയർക്കെതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ ആകുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും യദു കൃഷ്ണനെ സർവീസിലേക്ക് തിരികെ എടുക്കാൻ വൈകുന്നതിനെതിരെ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ TDF ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ വിമർശനം ഉയരുകയാണ്. മേയർക്കെതിരെ കേസെടുക്കാൻ വൈകുകയും യദുവിന്റെ നിയമനം വീണ്ടും വൈകിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷ യുവജന സംഘടനയടക്കം ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
മറ്റിലെ വാർത്തകളിലേക്ക്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ്. ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ട മേയർക്കും സംഘത്തിനുമെതിരെ കേസെടുക്കണം. KSRTCക്കും പോലീസിനും ഗുരുതര വീഴ്ചയുണ്ടായി. മേയർക്കും ഡ്രൈവർക്കും ഇരട്ടനീതി പാടില്ലെന്നും സതീശൻ പറഞ്ഞു. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്ന് സംബന്ധിച്ച് DYFI ദേശീയ പ്രസിഡന്റ് AA റഹീം. ബസ്സിൽ കയറിയ സച്ചിൻ യാത്രക്കാരെ ഇറക്കിവിട്ടത് നുണയാണ്. ഡിപ്പോയിലേക്ക് പോകാൻ ടിക്കറ്റ് ആവശ്യപ്പെടുകയായിരുന്നു സച്ചിൻ ചെയ്തത്. മേയറെ ആക്രമിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും റഹീം പറഞ്ഞു. KK ശൈലജയ്ക്കും മേയർ ആര്യ രാജേന്ദ്രനുമെതിരെ എല്ലാ പരിധിയും വിട്ടുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും റഹീം പറഞ്ഞു. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റിവിടാനാണ് ആ ബസിന്റെ അധികൃതർ ശ്രമിച്ചത്. പോലീസ് വന്നാരെങ്കിലും ഇറക്കി വിടും. എന്തിനാ അങ്ങനെ ഇറക്കി വിടുന്നേ? അങ്ങനെ ഇറക്കി വിടും അയാൾ. ഇപ്പോട്ടെ, ആ യുക്തിസഹമായ ചോദ്യങ്ങൾ വിട്ടേക്ക്. അവിടെ ഉണ്ടായ ആ നിമിഷങ്ങളിൽ തന്നെ എടുത്ത മൊഴികളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് അയ്യോ ഇതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും പറയാൻ കൊണ്ട് കാണിക്കുന്നില്ല. ഇതൊക്കെ കാലം തെളിയിക്കും. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ AA റഹീമിന് മറുപടിയുമായി വിൻസെന്റ് MLA. AA റഹീം നടത്തിയത് അപഹാസ്യമായ ന്യായീകരണമാണ്. ബസ്സിലെ യാത്രക്കാരൻ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ച MLAയും മേയറുമാണ് സമാനമായ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡ് കാണാതായതിന് പിന്നിലെന്നും വിൻസെന്റ് MLA ആരോപിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദു കൃഷ്ണനും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടി മെമ്മറി കാർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് TDFന്റെ പ്രതിനിധി കൂടിയായ വിൻസെന്റ് MLA രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് AA റഹീം നടത്തിയ ഒരു പ്രസ്താവന താങ്കൾ കേട്ടിരിക്കും. ഈ കണ്ടക്ടർ, അതായത് വാഹനത്തിൽ കയറി ടിക്കറ്റ് എടുത്ത് ഡിപ്പോയിലേക്ക് പോകട്ടെ എന്ന് പറയാനാണ് സച്ചിൻ ദേവ് ബസ്സിനുള്ളിലേക്ക് കയറിയത്. എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇതുവരെ ബഹുമാനപ്പെട്ട AA റഹീം MP ഈ കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഒരു ചാനലിനോട് പറഞ്ഞു, ഈ കണ്ടക്ടർ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ AA റഹീമിനെ വിളിക്കുന്നു. AA റഹീം അതിനുശേഷം വീണ്ടും ഈ കണ്ടക്ടറെ വിളിച്ചു പറഞ്ഞു സോറി പറയണം എന്ന് പറയുകയാണ്. അങ്ങനെ ഈ വിഷയം തീരുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ശരിയാണ്. പക്ഷെ ഈ ബസ്സിനകത്തേക്ക് ഇദ്ദേഹം കയറേണ്ടത്, അദ്ദേഹം കാറിലല്ലേ വന്നത്. 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ സ്വന്തം കാർ അവിടെ ഉള്ളപ്പോൾ അവിടെ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് പോകേണ്ട കാര്യം എന്താണ്? ഒരു കാര്യവുമില്ല. അതൊരു അപഹാസ്യമായിട്ടുള്ള ന്യായീകരണമാണ്. ഇത് ബസ്സിനകത്ത് കയറിയത് CCTV ദൃശ്യങ്ങൾ ഉണ്ട്, CCTV സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ബഹുമാന്യ MLA അതിനകത്ത് കയറിയത്. അതിനെ തുടർന്നാണ് CCTVയിൽ പതിഞ്ഞിരിക്കുമല്ലോ ഈ കാര്യങ്ങൾ. ഇവരാദ്യം അതിൽ ഒരു യാത്രക്കാരൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ അവരെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ത്രാഷിൽ പോലും പോയി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതിനെ തുടർന്ന് ആണ് അവർക്ക് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് CCTV ഉണ്ടെന്ന്. അത് നോക്കുന്നതിന്, CCTV ഉണ്ടോ ഇല്ലയോ നോക്കുന്നതിന് വേണ്ടി ആയിരിക്കാം MLA അതിനകത്ത് കയറിയിട്ടുള്ളത്. ഈ കാര്യത്തെ സംബന്ധിച്ചൊരു വിശദീകരണത്തിന്റെ തുടക്കത്തിൽ അവർ പറഞ്ഞത്, അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അവർ പറഞ്ഞത് പ്ലാമോട് വച്ച് ഈ വാഹനം ഞങ്ങളുടെ വാഹനത്തിൽ ഇടിക്കാൻ വന്നപ്പോൾ അതിനെ ഇടിക്കാൻ വന്ന് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോഴാണ്, ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് നേരെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചത് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ആ പ്ലാമോടുള്ള ദൃശ്യങ്ങളിൽ വാഹനം വേഗത്തിൽ, ബസ് സ്പീഡിൽ പോകുന്നു, ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് കാറും പോകുന്നു. ഈ രണ്ടും പോകുന്ന സ്പീഡ് വെച്ച് നോക്കിയാൽ ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. ഈ ബസ് മാറ്റിയിടണമെന്നും വണ്ടിയിൽ ഇനി ബസ്സിന് മുന്നോട്ട് പോവില്ല എന്നും പറഞ്ഞ MLA മുന്നോട്ട് പോകാത്ത ബസ്സിൽ ടിക്കറ്റ് എടുത്ത് ഒന്ന് യാത്ര ചെയ്യണം എന്ന് ചിന്തിച്ചാൽ അത് ആർക്കെങ്കിലും ന്യായീകരിക്കാൻ പറ്റുന്നതാണോ? അല്ല, ഒരു കാര്യം കൂടി, ഈ മെമ്മറി കാർഡ് കാണാതായി എന്ന സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. അത് ആരെ സംരക്ഷിക്കാനാണെന്നാണ് TDF കരുതുന്നത്? ആരെയാണ് എന്നുള്ളതല്ല, ബസ്സിനകത്ത് നിന്ന് ഒരാള് ഇതെല്ലാം ചിത്രീകരിച്ചു. അത് ഡിലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടത് മേയറും MLAയുമാണ്.
അപ്പൊ ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടവർ തന്നെ അതിന് സമാനമായ ദൃശ്യങ്ങൾ ബസ്സിനകത്ത് നിന്ന് ലഭിക്കും എന്ന് അറിഞ്ഞതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇവരായിരിക്കും. അനധികൃതമായി ജോലിയിൽ നിന്ന് വിട്ടുനിന്ന 14 KSRTC ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. പത്തനാപുരം യൂണിറ്റിൽ കഴിഞ്ഞ മാസം 29, 30 തീയതികളിൽ ഡ്യൂട്ടിക്കെത്താതിരുന്ന 10 സ്ഥിരം വിഭാഗം ഡ്രൈവർമാരെ സ്ഥലം മാറ്റി. 4 ബദൽ വിഭാഗം ഡ്രൈവർമാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തു. മുന്നറിയിപ്പില്ലാതെ ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്തത് കാരണം പത്തനാപുരം യൂണിറ്റിലെ വിവിധ സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നിരുന്നു. ഇതിലൂടെ 1,88,000-ലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടവുമുണ്ടായി. കായംകുളം പുല്ലൂർ റോഡിൽ അപകടകരമായ യാത്രയുമായി യുവാക്കൾ. 4 പേർ കാറിന്റെ ഡോറിന് പുറത്തേക്കിരുന്ന് യാത്രയെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സാഹസിക അഭ്യാസ പ്രകടനത്തിനിടെ ഒരാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മാവേലിക്കര ജോയിന്റ് RTO സംഭവത്തിൽ കേസെടുത്തു. കേരളത്തിന് പൊള്ളുന്നു. ദാഹജലത്തിനായി വലഞ്ഞ് പത്തനംതിട്ട മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങൾ. വനത്തിനുള്ളിലെ ആറുകളും തോടുകളും വറ്റിവരണ്ടതോടെയാണ് കുടിവെള്ളത്തിനായി 20ഓളം കുടുംബങ്ങൾ നട്ടം തിരിയുന്നത്. വേനൽ രൂക്ഷമായതോടെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് വനമേഖലയിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്നത്. കാരണം വന്യമൃഗം അടക്കം കുടിവെള്ളമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളാണ് ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ശബരിമല പാതയിലെ മഞ്ഞത്തോടിലെ ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വേനൽ രൂക്ഷമായതോടെ കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയ അവസ്ഥയിലാണ്. കാരണം സാധാരണഗതിയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് വനമേഖലയിൽ ഇത്തരമൊരു കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നത്. വനമേഖലയിൽ സാധാരണഗതിയിൽ ആറുകളും അരുവികളും കുളങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവിടെ നിന്നാണ് ഈ ആദിവാസികൾ വെള്ളം ശേഖരിച്ച് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നിരിക്കുന്നു. ആറുകളും തോടുകളും അതുപോലെ തന്നെ പുഴയുമൊക്കെ വറ്റി വരണ്ടോടുകൂടി തന്നെ ഈ ആദിവാസി കുടുംബങ്ങൾക്ക് കുടിവെള്ളം വലിയ ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ദൈനംദിന ജീവിതത്തിന് അവരുടെ കുടിക്കാനും അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വെള്ളമില്ലാത്ത ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്ര സമാനതകളില്ലാത്ത ഒരു ദുരിതം 20ഓളം കുടുംബങ്ങൾ ഈ ആദിവാസി മഞ്ഞത്തോട്ടിലെ ശബരിമല പാതയിലെ മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങളാണ് ഇത്ര ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ ഇത്തരമൊരു സാഹചര്യം ട്രൈബൽ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ഇപ്പോൾ വെള്ളം ടാങ്കറിലെത്തിച്ചാണ് ഇവർക്ക് നൽകുന്നത്. പലപ്പോഴും ഇത് പ്രായോഗികമല്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. കാരണം ഇവർക്ക് ഈ ടാങ്കറിലെത്തിക്കുന്ന വെള്ളം സംഭരിക്കാൻ ടാങ്കുകളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് 2-3 ദിവസം ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളം അവിടെ എത്തിക്കുന്നത്. പക്ഷേ അത് സംഭരിച്ച് വെച്ച് ഉപയോഗിക്കാനുള്ള സംവിധാനം ഇവർക്കില്ല. അത്തരത്തിൽ വലിയ ഒരു ദുരിതം അനുഭവിക്കുന്നു. കാരണം കുളിക്കാനോ കുടിക്കാനോ തുണി നനയ്ക്കാനോ ഒന്നും ഇവർക്ക് കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അത്തരത്തിൽ ഒരു രൂക്ഷമായ കുടിവെള്ളക്ഷാമം വനമേഖലയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം. സാധാരണ ഇതിൽ വനമേഖലയിൽ ഇത്തരത്തിൽ നമ്മൾ കുടിവെള്ളക്ഷാമമൊക്കെ ഉണ്ടെങ്കിലും വനമേഖലയിലൊന്നും ഇത്തരമൊന്നും ബാധിക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ നദികളും അതുപോലെ തന്നെ അരുവികൾ കുളങ്ങളൊക്കെ വനമേഖലയിലുള്ള എല്ലാം ചെറുതോടുകളെല്ലാം വറ്റി വരണ്ടതോടുകൂടി തന്നെയാണ് ഈ ആദിവാസികൾക്ക് വെള്ളം ശേഖരിക്കാൻ കഴിയാതെ ഇപ്പോൾ അവരും വലിയ പ്രതിസന്ധിയിലാണ്. കുടിവെള്ളത്തിനായി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ഇപ്പം ട്രൈബൽ വകുപ്പ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അത് റെഗുലറായി എല്ലാ ദിവസവും എത്തിക്കാത്താണ് അവർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത്. എന്തായാലും കിണർ കുഴിക്കാനുള്ള ശ്രമം കൂടി വനത്തിൽ കിണർ കുഴിക്കാനുള്ള ശ്രമം കൂടി ഇവർ നടത്തിയിട്ടുണ്ട്. സർക്കാർ നൽകിയ ഭൂമിയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. സർക്കാർ നൽകിയ ഭൂമിയിലാണ് ഇവർ വീട് വെച്ച് താമസിക്കുന്നത്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ട്. വീടില്ല, അതുപോലെ തന്നെ കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല. ഇതൊന്നും ഇല്ലാതെയാണ് ഈ മഞ്ഞത്തോട്ടിലെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത്. അശ്ലീല വീഡിയോ വിവാദത്തിൽ JDS-ൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രജ്വൽ രേവണ്ണയ്ക്ക് ലുക്കൌട്ട് നോട്ടീസ്. അന്വേഷണ സംഘമാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇതിനിടെ പ്രജ്വലിനെ തിരിച്ചെത്തിക്കാൻ നയതന്ത്ര ഇടപെടൽ തേടി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് 6615, പവന് 52,920. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5525, പവന് 44,200. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അറ്റ് ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം. अगर आप पहले 2 फेजेस को देखें और इसकी चर्चा काफी चल रही है कि वोटर टर्नआउट थोड़ा लो रहा है, कुछ स्टेट्स में 5-6% भी नीचे रहा है वोटर टर्नआउट. तो 400 पार का आपका नारा है, 370 भारतीय जनता पार्टी, तो क्या गाड़ी पटरी पे है? ഈ പറയുന്ന